അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വജുനൂദിഹി വജമീഇ മശായിഖിനൽ അസ്ഹരിയത്തി ശാരിയാത്തിയ വജമീഇൽ മുഅ്മിനീൻ. മനസ്സിൻ്റെ രോഗങ്ങളിൽ നിന്ന് 10ാമത്തെ രോഗമാണ് തഹ്ഖീറുൽ മസാക്കീൻ, പാവപ്പെട്ട ആളുകളെ നിസ്സാരപ്പെടുത്തുക. തഹ്ഖീറുൽ മസാക്കീൻ, ഇതിനെ സംബന്ധിച്ച് ധാരാളം പറയാനുണ്ട്. ഇമാമീങ്ങളൊക്കെ ധാരാളം രേഖപ്പെടുത്തിയതായി കാണാം. ചെറിയ നിലക്ക് മാത്രമാണ് ഈ ദിറാസകളുടെ ഉദ്ദേശമായതുകൊണ്ട് തഹ്ഖീറുൽ മസാക്കീൻ, പാവപ്പെട്ട ആളുകളെ നിസ്സാരപ്പെടുത്തുക. പാവപ്പെട്ട ആളുകളെ അവരുടെ ഉർബത്തും മിസ്കീനിയത്തിൻ്റെ കാരണം കൊണ്ട് അവരെ പാവപ്പെട്ട ആൾക്കാരാണ്, മിസ്കീന്മാരാണ് എന്ന നിലയ്ക്ക് നിസ്സാരപ്പെടുത്തുക. അതാണ് തഹ്ഖീറുൽ മസാക്കീൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്ത് 11ാമത്തെ ആയത്ത്, സൂറത്തുൽ ഹുജറാത്ത് സൂറത്തുൽ അഖ്ലാഖ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആ സൂറത്തിലെ 11ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബീസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ ഫമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പുരുഷന്മാരെ പരിഹസിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല. കാരണം ആ പരിഹസിക്കുന്ന ആളുകൾ ആരെയാണോ പരിഹസിക്കുന്നത്, ആ പരിഹസിക്കപ്പെടുന്ന ആളുകൾ ഇവരെക്കാളും ഖൈറായിരിക്കും. അതുപോലെ സ്ത്രീകളെ പരിഹസിക്കാൻ പാടില്ല. ചിലപ്പോൾ പരിഹസിക്കപ്പെടുന്ന പെണ്ണുങ്ങൾ പരിഹസിക്കുന്ന സ്ത്രീകളെക്കാളും ഖൈറായിരിക്കും. മാത്രമല്ല, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ആക്ഷേപിക്കരുത്, മോശമായ പേര് വിളിക്കരുത്. മാത്രമല്ല, മോശപ്പെട്ട പേര് വിളിച്ചിട്ട് മുസ്ലിമീങ്ങൾ ഫാസിഖീങ്ങളാകാൻ പാടില്ല, തമ്മാടികളാകാൻ പാടില്ല. ഈമാന്റെ ശേഷം ഫിസ്ഖത്രം വേണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തൗബ ചെയ്യാത്തവർ അക്രമികളാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്ത് 11ാമത്തെ ആയത്തിൽ പറഞ്ഞു. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങളൊക്കെ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. ചെറിയ നിലക്ക് പറയാം, ഖസാഇൻ ഇർഫാൻ പോലത്തതിലടക്കമുള്ളത് ഈ ആയത്ത് ബനു തമീമിൻ്റെ കാര്യത്തിൽ ഇറങ്ങിയതാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടത്തിൽ വളരെ പാവപ്പെട്ട സ്വഹാബത്ത് അമ്മാർ റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു, സൽമാൻ റളിയല്ലാഹു അൻഹു, സാലിം റളിയല്ലാഹു അൻഹു അടക്കമുള്ള പാവപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, ഈ പാവപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിനെ അവരെ പാവങ്ങളായതിൻ്റെ പേരിൽ അവരെ പരിഹസിക്കാൻ ചില ആളുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിറങ്ങി. അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിറക്കുകയാണ്, പുരുഷന്മാരെ പരിഹസിക്കണ്ട, സമ്പത്തുണ്ട് എന്നതിൻ്റെ പേരിൽ പാവപ്പെട്ട ആളുകളെ കളിയാക്കണ്ട, അവരെ പരിഹസിക്കരുത്. അല്ലെങ്കിൽ വലിയ ഉന്നത തറവാട്ടുള്ള ആളുകൾ അത്ര തറവാടില്ലാത്തവരെ പരിഹസിക്കാൻ പാടില്ല. നല്ല ആരോഗ്യമുള്ളവർ ആരോഗ്യമില്ലാത്ത വാദം പിടിച്ചവരെയോ മറ്റോ നിസ്സാരപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ചെയ്യരുത്. കൺകാഴ്ചയുള്ളവർ, കൺകാഴ്ചയില്ലാത്തവർ, കണ്ണുകളിൽ അയബുള്ളവർക്ക് അവരെ പരിഹസിക്കാം. അയബുള്ളവരെ പരിഹസിക്കുക എന്നത് ചെയ്യരുത് എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. മാത്രമല്ല, ഒരു യഥാർത്ഥ മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ നിസ്സാരമായി കാണുകയില്ല. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമിനെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. കാരണം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ആ സഹോദരൻ ഇവനെ ആക്രമിക്കുകയോ അതുപോലെ നിന്ദനാക്കുകയോ ചെയ്യരുത്, നിസ്സാരപ്പെടുത്തുകയോ ചെയ്യരുത്. ഒരു മുസ്ലിമായ മനുഷ്യൻ വളരെ മോശപ്പെടാൻ ഇത്രമാത്രം മതി മറ്റൊരു മുസൽമാനെ നിസ്സാരമായി കാണുക എന്നത് തന്നെ
വളരെ മോശപ്പെട്ട സംഗതിയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു കിതാബുൽ ബിർരി വസ്സിലത്തി വൽ അദബ് സ്വഹീഹ് മുസ്ലിമിലെ തഹരീമു ദുൽമിൽ മുസ്ലിം എന്ന അധ്യായത്തിൽ 1386 പേജ്, അതായത് 2564 ഹദീസിൽ രേഖപ്പെടുത്തതായി കാണാം. അതുകൊണ്ട് തഹ്ഖീറുൽ മസാക്കീൻ, പാവപ്പെട്ട ആളുകൾ നിസ്സാരപ്പെടുത്തുക, അതിനെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത് അവർ പാവപ്പെട്ട ആൾക്കാരാണ്, അവർ മിസ്കീന്മാരാണ്, ഫക്കീറന്മാരാണ് എന്ന കാരണം കൊണ്ട് അവരെ വെറുക്കുക എന്ന് പറയുന്നത്, അവർ നിസ്സാരപ്പെടുത്തുക എന്ന് പറഞ്ഞത് വളരെ മോശപ്പെട്ട സംഗതിയാണ്. അത് ഹറാമാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ്, റബ്ബിന്റെ ഗളബ് സ്വീകരിക്കാനുള്ള കാരണമാണ്, പ്രവർത്തനമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനം, അതായത് പാവപ്പെട്ട ആളുകൾ നിസ്സാരപ്പെടുത്തുക എന്നതിനെ തൊട്ട് എല്ലാ മുസൽമാനും രക്ഷപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇമാം അബുൽ ഖാസിം അൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ റിസാലത്തുൽ ഖുശൈരിയെ അബൂ മഹ്ഫൂദ് മഅറൂഫ് ഇബ്നു ഫൈറൂസ് അൽ കർഖി, അതായത് മഅറൂഫ് അൽ കർഖി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം പറഞ്ഞ സ്ഥലത്ത് 27ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, ഞാൻ സയ്യിദുനാ മഅറൂഫ് അൽ ഖർഖി റളിയല്ലാഹു അൻഹു, ഇമാം സയ്യിദുനാ ഹുസൈൻ റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുന്നു, ഞാൻ സയ്യിദുനാ മഅറൂഫ് ഖർഖി റളിയല്ലാഹുവിന്റെ വഫാത്ത് ഷരീഫിന്റെ ശേഷം സ്വപ്നം കണ്ടു. മഅറൂഫുൽ ഖർഖി തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സയ്യിദുനാ ഹുസൈൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഞാൻ മഅറൂഫുൽ ഖർഖി റഹിമഹുല്ലാഹിന്റെ വഫാത്ത് ഷരീഫിന്റെ ശേഷം സ്വപ്നം കണ്ടു. എന്നിട്ട് മഅറൂഫുൽ ഖർഖി തങ്ങളോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, നിങ്ങളെ കൊണ്ട് അല്ലാഹു എന്ത് പ്രവർത്തിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇതാ മഅറൂഫുൽ ഖർഖി തങ്ങൾ പറഞ്ഞത്, അല്ലാഹു എനിക്ക് മാഫ് നൽകി. ഞാൻ ചോദിച്ചു, എന്താണ് കാരണം, മഗ്ഫിറത്ത് ലഭിക്കപ്പെടാൻ കാരണം എന്താണ് സബബുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഹുസൈൻ എന്നവർ പറഞ്ഞു, നിങ്ങളെ തഖ്വയും നിങ്ങളെ സുഹുദും അതെല്ലാം ഉള്ളതിന്റെ പേരിലല്ലേ നിങ്ങൾക്ക് മാഫ് ലഭിക്കപ്പെട്ടത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അല്ല, ഞാൻ സയ്യിദുനാ ഇബ്നു സിമാക്ക് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ നസീഹത്ത് സ്വീകരിച്ചു. എന്താ നസീഹത്ത്? ഫഖീറത്രം, പാവപ്പെട്ടതാകുക എന്നതിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഫുഖറാവ് പാവപ്പെട്ട ആളുകളെ സ്നേഹിക്കുക എന്ന നസീഹത്ത് സയ്യിദുനാ ഇബ്നു സിമാക്ക് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. ആ നസീഹത്ത് ഞാൻ സ്വീകരിച്ചതിന്റെ പേരിലാണ് എനിക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹിയുടെ വഫാത്തിൽ ഷരീഫിന്റെ ശേഷം സയ്യിദുനാ ഹുസൈൻ റഹിമഹുല്ലാഹ് സ്വപ്നത്തിലൂടെ ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടിയാണെന്ന് ഇമാം അബുൽ ഖാസിം അൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി അർറിസാലത്തുൽ ഖുശൈരിയ 27ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അതുകൊണ്ട് പാവപ്പെട്ട ആളുകളെ നിസ്സാരപ്പെടുത്തരുത്, ഒരാളെ നിസ്സാരപ്പെടുത്താൻ പാടില്ലല്ലോ. മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫുതൂഹുൽ ഗൈബിൽ പറഞ്ഞല്ലോ, ഏതൊരു മനുഷ്യനെ കാണുമ്പോഴും ഒരു നിലയ്ക്ക് എന്നെക്കാളും മഹത്വം അദ്ദേഹത്തിലേക്ക് ഉണ്ട് എന്ന് ചിന്തിക്കണം. അതിന് കുറെ ഉദാഹരണങ്ങൾ മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫുതൂഹുൽ ഗൈബിൽ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ഒരാൾ വലിയ ആളെ കാണുമ്പോൾ എന്നെക്കാളും കൂടുതൽ ഇബാദത്തെടുത്ത മനുഷ്യനാണ് അയാള് എന്ന് ചിന്തിക്കുകയും, വലിയ ആള് ചെറിയ ആളുകളെ കാണുമ്പോൾ ഇതാ എന്റെ അത്ര തെറ്റൊന്നും അയാൾ ചെയ്തിട്ടില്ല, എന്റെ ശേഷം ജനിച്ചതാണ് എന്ന് ചിന്തിക്കുകയും, അങ്ങനെ ഓരോരുത്തരും ചിന്തകൾ മാറ്റി നല്ല നല്ല ചിന്തകളോടുകൂടെ എന്നെക്കാൾ മഹത്വം മറ്റുള്ളവർ എന്ന് ചിന്തിക്കണമെന്ന് മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫുതൂഹുൽ ഗൈബിൽ പറയാണ്. ഒരു കാഫിറായ മനുഷ്യനെ കണ്ടാലും അയാളെ സംബന്ധിച്ച് മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത്, അയാൾ കാഫിറാണിപ്പോൾ, അതേ സ്ഥാനത്ത് മരിക്കുന്ന സമയത്ത് അയാൾ കലിമ ചൊല്ലിയാൽ, ഇസ്ലാം സ്വീകരിച്ചാൽ അയാൾ കാലകാലം സ്വർഗത്തിൽ കടക്കാമല്ലോ, നരകത്തെ തൊട്ട് രക്ഷപ്പെടാമല്ലോ എന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പറയാണ്. അയാൾക്ക് സ്വർഗമുണ്ട്, നരകത്തെ തൊട്ട് നജാത്തുണ്ട്. അതേ സ്ഥാനത്ത് ഞാൻ കുഫറിന്റെ മേൽ മരിച്ചാൽ, കാഫിറായി ചത്തുപോയാൽ നഊദു ബില്ലാഹ് കാലകാലം നരകത്തിൽ കിടക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ നിലക്ക് കാഫിറായ മനുഷ്യർക്ക് നമ്മളെക്കാളും സ്ഥാനമുണ്ട് എന്ന് ചിന്തിക്കണം. അതേ സ്ഥാനത്ത് ഒരു ആലിം, ഒരു പണ്ഡിതൻ തെറ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ സാധാരണക്കാർ ചിന്തിക്കേണ്ടത് അതൊരു ആലിമാണ്, തെറ്റ് ചെയ്യുന്നു, ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിലേക്ക് മാഫ് നൽകാം. എനിക്ക് ഇൽമും ഇല്ല, തെറ്റുകളും ചെയ്യുന്നുണ്ട്. ലിൽ ആലിമി ദംബുൻ വലിൽ ജാഹിലി ദംബാനി. ഒരു പണ്ഡിതനിക്ക് പഠിച്ചതിന്റെ പേരിൽ അമല് ചെയ്തിട്ടില്ല എന്ന കുറ്റമുണ്ടെങ്കിലും
പഠിച്ചിട്ടില്ല എന്ന നിലക്ക് കുറ്റമില്ല. അതേ സ്ഥാനത്ത് വിവരമില്ലാത്ത ആളുകൾക്ക് രണ്ട് നിലക്കുള്ള കുറ്റമാണല്ലോ, ഒന്ന് പഠിക്കാത്തത്, മറ്റൊന്ന് പ്രവർത്തിക്കാത്തത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരൻ ഒരു പണ്ഡിതനെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. അതേ സ്ഥാനത്ത് ഒരു പണ്ഡിതൻ സാധാരണക്കാരെ നോക്കിക്കൊണ്ട് നിസ്സാരപ്പെടുത്താൻ പാടില്ല. നമുക്ക് ഇൽമുണ്ടായിട്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിലേക്ക് ഇൽമില്ലാതില്ലേ തെറ്റ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ നിലക്കും എന്നെക്കാളും മഹത്വം മറ്റേ ആളുകൾ ഉണ്ട് എന്ന് ചിന്തിക്കുക എന്ന സ്വഭാവം അത് നല്ല ഒരു സ്വഭാവമാണെന്ന് മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫുതൂഹുൽ ഗൈബിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്, പാവപ്പെട്ട ആളുകൾ നിസ്സാരപ്പെടുത്താൻ പാടില്ല. പക്ഷേ ഈ തഹ്തീറുൽ മസാക്കീൻ എന്ന് പറയുന്ന മനസ്സിന്റെ രോഗം, മിസ്കിന്മാരായ പാവപ്പെട്ട ആളുകൾ നിസ്സാരപ്പെടുത്തുക, അത് 4 കാരണങ്ങളാണ്. അത് ആ രോഗമുണ്ടാകുന്നത് 4 കാരണങ്ങളുണ്ട്. അതിന് ചികിത്സയായിട്ടും 4 കാര്യം നാം ചിന്തിക്കണം. ഒന്ന്, തഹ്തീറുൽ മസാക്കീൻ ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം അത് തകബ്ബുർ, കിബ്റാണ്. സ്വന്തത്തിനെ സംബന്ധിച്ച് കിബ്റാണ്. അതായത് പാവപ്പെട്ട ആളുകൾ നിസ്സാരപ്പെടുത്തുന്നത്. അതായത് എപ്പോഴും ചിന്തിക്കുന്നു, പാവപ്പെട്ട ആളുകളെ ഒരു പശുക്കളെ പോലെ നിസ്സാരമായി കാണുന്നു. ആ സമയത്ത് ചികിത്സിക്കണമെങ്കിൽ അത് കിബിറിന്റെ കാരണം കൊണ്ടാണ് പാവപ്പെട്ട ആളെ നിസ്സാരപ്പെടുത്തുന്നത്. അത് നാം വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. അത് ഇല്ലാതെയാക്കാൻ എന്താ മാർഗം? അതിനെങ്ങനെയാണ് ചികിത്സ നടത്തേണ്ടത്? നാം മനസ്സിലാക്കുന്ന ഒരു അടിമ അവന് നഫ്സിനെ മുഹാസബത്ത് നടത്തണം, വിചാരണ നടത്തണം. ഇത് അള്ളാഹുവിന്റെ മശീയത്താണ്. അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ അയാൾ പാവപ്പെട്ട ആളായി, ഞാൻ സമ്പത്തുള്ള ആളായി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മശീയത്താണ്. അവൻ വ്യത്യസ്തമായ ആളുകൾക്ക് വ്യത്യസ്തമായ അവസ്ഥകൾ നൽകിയിട്ടുണ്ട്. പാവപ്പെട്ട ആള്, മുതലാളി, ഇങ്ങനെ അള്ളാഹു ആണല്ലോ നിശ്ചയിച്ചത്. ചില ആളുകൾ അള്ളാഹു താല സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, ചില ആളുകൾ അള്ളാഹു താല ഫക്കീറും മിസ്കീനാക്കിയിട്ടുണ്ട്. അത് റബ്ബിന്റെ മശീയത്ത്, റബ്ബിന്റെ ഇറാദത്താണ്, അള്ളാഹുവിന്റെ തീരുമാനമാണതെല്ലാം. എന്നാൽ അള്ളാഹു തന്ന നിഅമത്തല്ലേ, എനിക്ക് അള്ളാഹു തന്ന നിഅമത്ത്, എനിക്ക് അള്ളാഹു താല അധികാരം തന്നിട്ടുണ്ട്, സമ്പത്ത് നൽകിയിട്ടുണ്ട്, ഇതെല്ലാം റബ്ബിന്റെ നിഅമത്താണ്. ഞാനിങ്ങനെ പാവപ്പെട്ട ആൾക്കാരെ നിസ്സാരപ്പെടുത്തിയാൽ, റബ്ബ് തീരുമാനിച്ചാൽ, ഞാൻ പാവപ്പെട്ട ആളായാൽ, എനിക്ക് ഫഖർ, ദാരിദ്ര്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ജനങ്ങളൊക്കെ എന്നോടും ഇതേ വിധത്തിൽ പെരുമാറിയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുകയും ആ സമയത്ത് നഫ്സിനിക്ക് വലിയ പ്രയാസമുണ്ടാകും. അങ്ങനെ ഈ ദോഷം, പാവപ്പെട്ട ആളുകൾ നിസ്സാരപ്പെടുത്തുക എന്ന ശൈലി മനുഷ്യനിക്കുണ്ടാവുകയില്ല. അതുപോലെ പാവപ്പെട്ട ആൾ നിസ്സാരപ്പെടുത്തുക എന്ന രണ്ടാമത്തെ കാരണം അക്രമമാണ്. പാവപ്പെട്ട ആളുകളുടെ അവരെ പാവങ്ങളാണ് എന്ന നിലക്ക് ബലഹീനന്മാരായിരിക്കും. എന്നാൽ അങ്ങനത്തുള്ള പാവപ്പെട്ട ആളുകളെ ആക്രമിക്കുക, അവർ നിസ്സാരപ്പെടുത്തുക വലിയ നിസ്സാരപ്പെടുത്തുന്ന കാരണമാണത്. ഇങ്ങനെയുള്ള കാരണം പാവപ്പെട്ട ആൾക്കാർ ബലഹീനമായതിന്റെ പേരിലാണ് അവരെ ആക്രമിക്കുന്നത്, അവർ നിസ്സാരപ്പെടുത്തുന്നത്. എന്നാൽ അതിന്റെ ചികിത്സ എന്താ? ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ചിന്തിക്കേണ്ടത് അക്രമത്തെ, നാശങ്ങൾ, അക്രമം ചെയ്യാൻ പാടില്ല. ഇത്തഖു ദുൽമ ഫഇന്നദ്ദുൽമ ദുലുമാതി യൗമൽ ഖിയാമ. നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കുക, അക്രമം ഖിയാമത്ത് നാളിൽ ഇരുട്ടായിരിക്കുമെന്ന് ഹദീസ് കാണാം. അപ്പൊ ഏതായാലും പാവപ്പെട്ട ആളുകളെ അക്രമം ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയ കുറ്റമാണ്. അവരോട് നല്ല നിലയ്ക്ക് നമ്മൾ പെരുമാറണം എന്ന ചിന്ത അടിമ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. എന്നിട്ട് ചിന്തിക്കണം, ആക്രമിക്കപ്പെട്ട ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല. അപ്പൊ അതുകൊണ്ട് പാവപ്പെട്ട ആളുകള് ഞങ്ങൾ ആക്രമിച്ചിട്ട് ആക്രമിക്കപ്പെട്ടവരുടെ ഭാഗത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന കേടായ പ്രാർത്ഥന നമുക്കുണ്ടായിക്കൂടാ എന്ന നിലക്ക് നാം എപ്പോഴും ചിന്തിക്കുകയും സൂക്ഷിക്കുകയും വേണം. പാവപ്പെട്ട ആൾക്കാർ അത് കേടായി പ്രാർത്ഥന നമുക്കുണ്ടാകാൻ പാടില്ല. അവരുടെ നല്ല നിലക്കുള്ള ഗുണമുള്ള പ്രാർത്ഥന നമുക്ക് വേണ്ട നിലക്ക് പാവപ്പെട്ട ആളുകളെ ഒരിക്കലും നിസ്സാരപ്പെടുത്താൻ പാടില്ല. മൂന്നാമത്തെ തഹ്തീറുൽ മസാക്കിന്റെ മൂന്നാമത്തെ കാരണം പാവപ്പെട്ടവർ ആകുക എന്നത്. പാവപ്പെട്ടവർ ആകുക, ഉർബത്ത് എന്ന് പറഞ്ഞത് അത് അയിബായി മനസ്സിലാക്കിക്കൊണ്ട് പാവപ്പെട്ട ആളുകളെ നിസ്സാരപ്പെടുത്തരുത്. ആ നിസ്സാരപ്പെടുത്തുന്നത് ഒരു പക്ഷേ ഇത് മറ്റുള്ളവരോട് പെരുമാറ്റം, പാവപ്പെട്ട ആൾക്കാരോട് പെരുമാറുക, അവരോട് മുആശറത്ത് നടക്കുക എന്ന് തന്നെ ഒരു അയിബായിട്ടാണ് പലരും കാണുക. അതിന് ചികിത്സിക്കേണ്ട എങ്ങനെ? പാവപ്പെട്ട മനുഷ്യന് ആകുന്നത് അയാൾ ഒരു തെറ്റുമില്ലല്ലോ, പാവപ്പെട്ട ആള് അയാൾക്കൊരു വീഴ്ചയില്ലല്ലോ, അയാൾ പാവപ്പെട്ട ആയതുമേട്
അതേ സ്ഥാനത്ത് റബ്ബിന്റെ മശിയത്താണ്, റബ്ബിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നാണല്ലോ. അയാൾ പാവപ്പെട്ടവനാകുക എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അതേ സ്ഥാനത്ത് ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് പാവപ്പെട്ടവനാകുക, മിസ്കീനാകുക എന്ന് പറയുന്ന ഈ ഒരു വിഷയം, നമ്മൾ പാവപ്പെട്ട ആളായതിന്റെ പേരിൽ നമ്മുടെ പെരുമാറ്റം നമ്മൾ മാറ്റിയാൽ അയാളെ മനസ്സ് വേദനിക്കുമല്ലോ, അയാളെ മനസ്സ് വേദനിക്കാൻ അത് കാരണമാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പാവപ്പെട്ട ആൾ ഒരിക്കലും നിസ്സാരപ്പെടുത്താൻ പാടില്ല. അതുപോലെ തഹ്ഖീറുൽ മസാക്കീൻ, പാവപ്പെട്ട ആളുകൾ നിസ്സാരപ്പെടുത്തുന്ന നാലാമത്തെ കാര്യം വ്യത്യസ്തമായ ആഡംബരമുള്ള ജീവിതമാണ്. ആഡംബരമുള്ള ജീവിതം ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അടിമ പലപ്പോഴും ആഡംബര ജീവികളും എല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് അവന്റെ ജീവിതം മറ്റേ പാവപ്പെട്ട ആൾക്കാരുടെ ജീവിതം അതല്ലാത്തത് വേണ്ടി അവർ നിസ്സാരപ്പെടുത്തുന്നു, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിസ്സാരമായി കാണുന്നു. അതില്ലാതെയാക്കാൻ നമ്മളെപ്പോഴും അള്ളാഹുവിന്റെ നിഅമത്തുകൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ നിഅമത്തുകൾ വെളിവാക്കലോടുകൂടെ, അള്ളാഹു തന്ന നിഅമത്താണ്, വെളിവാക്കണം. പക്ഷെ അതോടുകൂടെ ഒരു സാധയായ ജീവിതം, നല്ല നിലക്കുള്ള ഒരു ജീവിതം നമ്മൾ ജീവിക്കാൻ ശീലിപ്പിക്കുകയും വേണം. പാവപ്പെട്ട ആൾക്കാരുടെ ജീവിതത്തിൽ നമുക്ക് ചിന്ത വരികയും അതോടുകൂടെ നമ്മുടെ നിഅമത്തുകൾ വെളിവാക്കലോടുകൂടെ അവരെ വേദനിപ്പിക്കാതെ, അവരെ നിസ്സാരപ്പെടുത്താതെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു മഹാനവരുകൾ ഒരിക്കൽ ശക്തിയായ തണുപ്പുള്ള സമയത്ത് തണുപ്പിന് ഉപയോഗിക്കേണ്ട ആ ഷട്ടറും മറ്റും ഉണ്ടായിരിക്കെ ബഹുമാനപ്പെട്ട ധരിക്കുന്നില്ല. ജനങ്ങൾ ചോദിച്ചു, ഇത്ര തണുപ്പത്തില് നിങ്ങൾ എന്താണ് ഷട്ടർ പോലത്തത് ഉപയോഗിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി പറഞ്ഞത്, ഞാൻ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, എൻ്റെ അടുക്കൽ ഒരു ഷട്ടറുണ്ട്. എന്നാൽ എത്രയോ പാവപ്പെട്ട ആളുകൾ, അവർക്ക് ധരിക്കാൻ ഷട്ടറില്ല, അതിന് സമ്പത്തുമില്ല, അവർക്കൊക്കെ ഷട്ടർ വാങ്ങി കൊടുക്കാൻ എനിക്ക് കഴിവില്ല. എന്നാൽ അവർ സഹിച്ചതുപോലെ തണുപ്പ് ഞാനും ഒന്ന് സഹിക്കട്ടെ എന്ന് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതല്ലേ മഹാന്മാർ അവിടെ തന്നെ പറഞ്ഞത്. ബിലാലിൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം പറഞ്ഞതിന്റെ ശേഷം മിർഖാത്തുൽ മഫാത്തിഹി കിതാബു സൗമിൽ പറയുകയാണ്, മുൻഗാമികളായ മഹാന്മാര് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിഹഖിൽ ജാഇയൻ, ലോകത്ത് എത്രയോ വിശന്ന് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്, അവരുടെ ബർക്കത്ത് കൊണ്ട് എന്ന് നീ ശിക്ഷിക്കല്ല പടച്ചവനെ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ പാവപ്പെട്ട അതുപോലെ വിശന്ന് ജീവിക്കുന്ന ആളുകളെ തവസ്സുലാക്കി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന് മുല്ല അലിൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മിർഖാത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പാവപ്പെട്ട ആളുകളെ നിസ്സാരപ്പെടുത്തരുത്. പാവപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുകയും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ട വിധത്തിൽ സഹകരണങ്ങൾ ചെയ്യുകയും അള്ളാഹു തന്ന നിഅമത്ത് നല്ലതിലേക്ക് തിരിച്ച് അവരുടെ ജീവിതമെല്ലാം സന്തോഷകരമാകാൻ അവരുടെ ബാധ്യതയായ അവരെ ഹക്കായ നമ്മളുടെ സമ്പത്തിലെ സകാത്ത്, നമ്മുടെ സമ്പത്തിലുള്ള സകാത്ത്, നമ്മുടെ കച്ചവടത്തിലുള്ള സകാത്ത്, നമുക്ക് നിർബന്ധമായ ഒരുപാട് സകാത്തുകൾ, ആ സകാത്തിന്റെ അർഹരാണ്, മുസ്തഹിഖീങ്ങളാണ് പാവപ്പെട്ട മനുഷ്യന്മാർ. അവരെ ഹക്ക് കൊടുക്കാതെ, അവരെ ആവശ്യങ്ങൾ വീട്ടിക്കൊടുക്കാതെ അവർ നിസ്സാരപ്പെടുത്തുന്ന സ്വഭാവം ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. ഇന്ന് സമ്പത്തുള്ള ആളുകൾ, കച്ചവടക്കാരും മറ്റും ശരിക്കും സകാത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നാട്ടിലും പാവപ്പെട്ട ആൾക്കാർ വിഷമത്തിലാകുകയില്ല. പാവപ്പെട്ട ആളുകളുടെ ജീവിതം നല്ല സന്തോഷത്തിലും റാഹത്തിലുമാകും. എന്നാൽ നാം ചിന്തിക്കണം, പാവപ്പെട്ട ആളുകളെ നിസ്സാരപ്പെടുത്താതെ അവരെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഫർദ് നിർബന്ധമായ ബാധ്യതയായ സകാത്തും അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് വിഷമിക്കുന്ന സമയത്ത് അവർക്ക് ചില സന്ദർഭത്തിൽ കടം കൊടുത്തിട്ടും മറ്റു സന്ദർഭങ്ങളിൽ അവർക്ക് സൗജന്യമായ സഹകരണങ്ങൾ ചെയ്തിട്ടും അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫത്തുൽ മുഹ്താജിലും മറ്റു ഇമാമീങ്ങളും ഗ്രന്ഥങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് പാവപ്പെട്ട ആളുകൾ നിസ്സാരപ്പെടുത്തരുത്. പാവപ്പെട്ട ആളുകളുടെ ഹക്കായ സകാത്ത് നമ്മൾ കൊടുക്കണം. അതുപോലെ പാവപ്പെട്ട ആളുകളുടെ ഹക്കായ അവർക്ക് നമ്മൾ സൗജന്യമായി ഫ്രീ ആയി സമ്പത്ത് കൊടുക്കേണ്ട
ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ അവർക്ക് കടം കൊടുത്തിട്ട് സഹായ സഹകരണങ്ങൾ ചെയ്യേണ്ട സംഭവങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകളെ ഒരിക്കലും നിസ്സാരപ്പെടുത്തരുത് എന്ന് പ്രത്യേകമായി ഒന്നും കൂടി പറഞ്ഞു നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അതുപോലെ അള്ളാഹുവിന്റെ എല്ലാ അടിമകളായ സ്വാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു തആല പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പാവപ്പെട്ട ആളുകൾ സ്വർഗത്തിൽ കടക്കാതെ മുതലാളിമാർക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല എന്ന് വിശദമായി ഇമാമുൽ ഹുദ അബുൽ ലൈത്ത് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി തംബീഹുൽ ഗാഫിലീനിൽ രേഖപ്പെടുത്തിയതായി കാണാം. സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം ഭരിച്ചവര് നബിയാണ്, ലോകം ഭരിച്ചവര് രാജാവാണ്. ഇൽമിനെ തിരഞ്ഞെടുത്തപ്പോൾ അള്ളാഹു എല്ലാം കൊടുത്തു. പക്ഷെ ആ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം മറ്റു നബിമാർ സ്വർഗത്തിൽ കടന്നതിന്റെ ശേഷമാണ് സ്വർഗത്തിൽ കടക്കുക. സമ്പത്ത് ദുനിയാവിൽ ഉള്ളതിന്റെ പേരിൽ, ധാരാളം സമ്പത്തിന്റെ ഉടമയായതിന്റെ പേരിൽ എന്ന് ഇമാമുൽ ഹുദ അബുൽ ലൈത്ത് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തംബീഹുൽ ഗാഫിലീൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദിറാസകളെല്ലാം സ്വീകരിച്ച് നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും പ്രത്യേകിച്ചും ശൈഖുന ഉസ്താദിനും അതുപോലെ ITSSന്റെ എല്ലാ ഖാദിമീങ്ങൾ സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും ഖൈറും ലുത്ഫും ആഫിയത്തും സലാമത്തും ഇസ്തിഖാമത്തും സഅദത്തുദ് ദാറൈൻ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.